കാനഡയിൽ ഓരോ പ്രൊവിൻസിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. ഇപ്പം ഫ്രഞ്ച് നോമിനേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ക്യൂബക്ക് പോലത്തെ പ്രൊവിൻസുകളുണ്ട്. ഇപ്പം ആൽബർട്ട, ബ്രിട്ടീഷ് കൊളംബിയ, ഇപ്പോൾ മിനി മോർ. ഇപ്പം എല്ലാവരും ഒൻറ്റാരിയോയിലോട്ട് പോകുന്നൊരു ഒരു ഏരിയ ഉണ്ട്, പാട്ടുണ്ട്. അതിനൊക്കെ മാറ്റം വരണം നമുക്ക്. അപ്പോൾ അത് നമുക്ക് പോകാൻ പറ്റുന്ന പാർട്ട് ടൈം ജോബ് അവൈലബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സെറ്റിൽ ആകാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട് കാനഡയിൽ ഒരുപാട്. അത് നമ്മുടെ പഠിക്കുന്ന കോഴ്സും നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോഗ്രാംസിൻ്റെ ഒക്കെ ബേസിലാണ്. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്തൊക്കെ സക്സസ് ആവാൻ പറ്റും. വിസ റിജക്ഷൻ എന്ന് പറയുമ്പോൾ എന്നും ഒരു തലവേദനയാണ്. അപ്പം ശരിക്ക് ഓൾറെഡി കനഡിയൻ ഇമിഗ്രേഷൻ പ്രോസസ്സിൽ അവർ കൂടുതൽ വിസ റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധ്യതകൾ നോക്കുന്നുണ്ട്. ഒരു 60% മുകളിൽ റെസ്ട്രിക്റ്റ് ചെയ്ത സമയമൊക്കെ ഉണ്ടായിരുന്നു വിസ. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം കുറച്ച് അപ്രൂവൽസ് വരുന്നുണ്ട് വിസ. അപ്പം നമുക്ക് ലാസ്റ്റ് റിസൾട്ടിൽ വന്നിട്ട് 10-30ഓളം വിസ സ്റ്റുഡൻസിന് അപ്രൂവലാണ്. അപ്പം ഒരു 100% ആക്യുറസി തന്നെ പറയാം, നമുക്കത് പ്രൗഡ്ലി പറയാൻ പറ്റും. പക്ഷേ അതിനകത്ത് നമ്മുടെ ഒരു എക്സ്പേർട്ട് വിസ ടീമിൻ്റെ ഒരു ഹാൻഡ് ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനപ്പുറം നമ്മൾ മറ്റ് ചേരുവകളുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ ഏരിയയിലും വിസ പാർട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്രൊഫൈലിൽ കിട്ടിയത് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. സോ നമുക്ക് കേരളത്തിൽ 6 ബ്രാഞ്ചുകളുണ്ട് സ്കൈമാർക്ക് എഡ്യൂക്കേഷൻ. നിങ്ങൾ എവിടെ വരുവാണെങ്കിലും നമുക്ക് നേരിട്ടിരുന്ന് സംസാരിച്ചത് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം സ്ട്രെങ്ത് നമുക്കുണ്ട്.